നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് 2023 ജൂൺ മാസത്തെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ PSC ബുള്ളറ്റിനെ ബേസുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലേലിസ്റ്റിലുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. 2024 നടക്കുന്ന LDC, LGS, LPUP അസിസ്റ്റന്റ് പരീക്ഷ, CPO എക്സാം, ഡിഗ്രി ലെവൽ പരീക്ഷ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പുതിയ പെയ്ഡ് കോഴ്സ് നമ്മൾ ജനുവരി 10 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ട മുഴുവൻ കറണ്ട് അഫയേഴ്സും ടോപ്പിക് വൈസ് ആയിട്ടും മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആയിട്ടും ഏറ്റവും ഈസി ആയിട്ട് പഠിച്ചെടുത്ത് കറണ്ട് അഫയേഴ്സിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സാണിത്. പത്രം വായിക്കുന്ന ശീലമുണ്ടാവുക, ഈ ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്കും ഉറപ്പിക്കാൻ സാധിക്കും. മറ്റു കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് പോകുന്നവർക്കും എല്ലാം ചേർന്ന് പഠിക്കാവുന്ന രീതിയിൽ നമ്മൾ പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴി റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും ആ ക്ലാസ്സുകളുടെ തന്നെ ടൈപ്പ് ചെയ്ത PDF നോട്ട്സും വീക്ക്ലി റിവിഷൻ എക്സാം അടങ്ങുന്ന കോഴ്സാണ്. എല്ലാ സോഴ്സുകളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സും കൃത്യമായി ഉൾപ്പെടുത്തി ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് ഏത് സമയത്ത് നിങ്ങൾക്ക് പഠിച്ച് ഓരോ ക്ലാസ്സുകൾ പഠിക്കുന്തോറും കറണ്ട് അഫയേഴ്സ് നല്ല കോൺഫിഡൻസ് ഉണ്ടായി പരീക്ഷയ്ക്ക് റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലെത്താൻ എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത് 500 രൂപയാണ്. കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓർക്കുക, പരീക്ഷയിലെ റാങ്ക് മേക്കിംഗ് പാർട്ടായ കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിച്ചാൽ, അത് കോൺഫിഡൻറ്റോടുകൂടി പഠിക്കാൻ സാധിച്ചാൽ ബാക്കി എല്ലാ പോർഷൻസും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സ് തന്നെയാണിത്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക. താങ്ക് യു. അന്തരിച്ച മിഥുൻ മോഹൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? യുവ ചിത്രകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ചിത്രകലാ പരമ്പരയായിരുന്നു കരയിൽ നിന്നും കടലിലേക്ക് നീങ്ങുന്ന ഭാവനകൾ. അന്തരിച്ച മിഥുൻ മോഹൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? യുവ ചിത്രകാരൻ. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ചിത്രകലാ പരമ്പരയായിരുന്നു കരയിൽ നിന്നും കടലിലേക്ക് നീങ്ങുന്ന ഭാവനകൾ. നെക്സ്റ്റ്, അന്തരിച്ച C ശങ്കരനാരായണ മേനോൻ ഉണ്ണിഗുരുക്കൾ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? കളരിപ്പയറ്റ്. അന്തരിച്ച C ശങ്കരനാരായണ മേനോൻ അല്ലെങ്കിൽ ഉണ്ണിഗുരുക്കൾ എന്നറിയപ്പെട്ട വ്യക്തി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? കളരിപ്പയറ്റ്. 2 പോയിന്റും ക്ലിയർ ആണല്ലോ. അന്തരിച്ച മിഥുൻ മോഹൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? യുവ ചിത്രകാരൻ. അതുപോലെ C ശങ്കരനാരായണ മേനോൻ അല്ലെങ്കിൽ ഉണ്ണിഗുരുക്കൾ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? കളരിപ്പയറ്റ്. അന്തരിച്ച ഡോക്ടർ CJ തമ്പി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? മണ്ണ് ഗവേഷണ ശാസ്ത്രജ്ഞൻ. മണ്ണ് ഗവേഷണ ശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ പ്രസിദ്ധനായിരുന്നു ഡോക്ടർ CJ തമ്പി. K-ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നാണ്? 2023 ജൂൺ 5. ഉദ്ഘാടകൻ പിണറായി വിജയൻ. നമുക്കറിയാം, ഇന്റർനെറ്റിനെ പൗരാവകാശമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. K-ഫോൺ, കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് എന്ന പേരിൽ പാവപ്പെട്ട 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് K-ഫോൺ. K-ഫോൺ പദ്ധതി ആരംഭിച്ചതെന്നാണ്? 2023 ജൂൺ 5. ഉദ്ഘാടകൻ പിണറായി വിജയൻ. അന്തരിച്ച ഗീതാഞ്ജലി അയ്യർ ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു? ദൂരദർശനിലെ ആദ്യകാല വാർത്താ അവതാരികയായിരുന്നു ഗീതാഞ്ജലി അയ്യർ. അന്തരിച്ച ഗീതാഞ്ജലി അയ്യർ ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു? ദൂരദർശനിലെ ആദ്യകാല വാർത്താ അവതാരിക. അടുത്തിടെ അന്തരിച്ച 3 ഡിലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ഡോക്ടർ വെള്ളായണി അർജുനൻ. അടുത്തിടെ അന്തരിച്ച 3 ഡിലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് ഡോക്ടർ വെള്ളായണി അർജുനൻ. സാഹിത്യ ഗവേഷണ മേഖലകളിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം. ഇപ്പോൾ 2 പോയിന്റ് ശ്രദ്ധിച്ചോണം. അടുത്തിടെ അന്തരിച്ച ഗീതാഞ്ജലി അയ്യർ ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു? ദൂരദർശനിലെ ആദ്യകാല വാർത്താ അവതാരിക. അടുത്തിടെ അന്തരിച്ച 3 ഡിലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ഡോക്ടർ വെള്ളായണി അർജുൻ സാഹിത്യ ഗവേഷണ മേഖലയിൽ പ്രശസ്തനായിരുന്നു. 2023 ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കി കിരീട ജേതാക്കൾ. മെൻസ് വിഭാഗത്തിൽ ഇന്ത്യയാണ് റണ്ണറപ്പ് പാകിസ്ഥാൻ. വുമൻസ് വിഭാഗത്തിലും ഇന്ത്യയാണ് റണ്ണറപ്പ് ദക്ഷിണ കൊറിയ. അപ്പോൾ ശ്രദ്ധിച്ചോണം, 2023 ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കി കിരീട ജേതാക്കൾ. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയാണ് റണ്ണറപ്പാരാണ് പാകിസ്ഥാൻ. വനിതാ വിഭാഗത്തിൽ ഇന്ത്യയാണ് റണ്ണറപ്പാരാണ് ദക്ഷിണ കൊറിയ. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് ദി യെല്ലോ സ്റ്റാർ പുരസ്കാരം നൽകിയ ആദരിച്ച രാജ്യം? 2023 സുരിനാമാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് ദി യെല്ലോ സ്റ്റാർ പുരസ്കാരം നൽകിയ രാജ്യം 2023 ഏതാണ്? സുരിനാം. അന്തരിച്ച ബാരി ന്യൂമാൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഹോളിവുഡ് നടനായിരുന്നു. അന്തരിച്ച ബാരി ന്യൂമാൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഹോളിവുഡ് നടൻ. ക്ലിയർ ആണല്ലോ. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് ദി യെല്ലോ സ്റ്റാർ പുരസ്കാരം നൽകിയ രാജ്യം ഏതാണ്? സുരിനാമാണ് 2023 ഇങ്ങനൊരു പുരസ്കാരം നൽകിയത്.
അന്തരിച്ച ബാരി ന്യൂമാൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഹോളിവുഡ് നടനായിരുന്നു. അന്തരിച്ച ജിം ഹൈൻസ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? അമേരിക്കൻ സ്പ്രിന്റർ ആയിരുന്നു അദ്ദേഹം. 10 സെക്കൻഡിന് താഴെ 100 മീറ്റർ ഓടിയെത്തിയ ലോകത്തിലെ ആദ്യ താരമായിരുന്നു ജിം ഹൈൻസ്. അന്തരിച്ച ജിം ഹൈൻസ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? അമേരിക്കൻ സ്പ്രിന്റർ ആയിരുന്നു അദ്ദേഹം. 10 സെക്കൻഡ് താഴെ 100 മീറ്ററിൽ ഓടിയെത്തിയ ലോകത്തിലെ ആദ്യ താരമായിരുന്നു അദ്ദേഹം. ദ സച്മുഖ് അഭിയാൻ എന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസഡറായി നിയമിതനായ വ്യക്തി? സച്ചിൻ ടെണ്ടുൽക്കർ. ദ സച്മുഖ് അഭിയാൻ എന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസഡറായി നിയമിതനായ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. റണ്ണറപ്പ് ഇന്ത്യയാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ 2ാമത്തെ എഡിഷനാണ്. ഫൈനൽ ഓവൽ ഇംഗ്ലണ്ടിൽ വെച്ച് നടന്നു. ഓസ്ട്രേലിയ ജേതാക്കളായി. റണ്ണറപ്പാരാണ് ഇന്ത്യ. അപ്പോൾ ദ സച്മുഖ് അഭിയാൻ എന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസഡറായി നിയമിതനായതാണ് സച്ചിൻ ടെണ്ടുൽക്കർ. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കളാരാണ്? ഓസ്ട്രേലിയ. റണ്ണറപ്പാരാണ് ഇന്ത്യ. അടുത്തിടെ അന്തരിച്ച അശോക ചക്ര പുരസ്കാരം ഏറ്റുവാങ്ങിയ ആദ്യ മലയാളി? ആൽബി ഡിക്രൂസ്. അടുത്തിടെ അന്തരിച്ച അശോക ചക്ര പുരസ്കാരം ഏറ്റുവാങ്ങിയ ആദ്യ മലയാളിയാണ് ആൽബി ഡിക്രൂസ്. 2020 ഫിഫ അണ്ടർ 20 കിരീട ജേതാക്കൾ ഉറുഗ്വേ ആണ്. റണ്ണറപ്പ് ഇറ്റലി. 2020 ഫിഫ അണ്ടർ 20 കിരീട ജേതാക്കൾ ആരാണ്? ഉറുഗ്വേ. റണ്ണറപ്പ് ഇറ്റലി. അപ്പോൾ ഈ 2 പോയിന്റ് ശ്രദ്ധിച്ചോണം. അടുത്തിടെ അന്തരിച്ച അശോക ചക്ര പുരസ്കാരം ഏറ്റുവാങ്ങിയ ആദ്യ മലയാളി ആരാണ്? ആൽബി ഡിക്രൂസ്. 2020 ഫിഫ അണ്ടർ 20 കിരീട ജേതാക്കൾ ആരാണ്? ഉറുഗ്വേ. റണ്ണറപ്പ് ഇറ്റലി. ഇപ്പോൾ PSC ബുള്ളറ്റിൽ വന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുപോലെ പഠിച്ച പോയിന്റ്സ് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാണ്. എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യുക. അന്തരിച്ച മിഥുൻ മോഹൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? യുവചിത്രകാരൻ. അദ്ദേഹത്തിന്റെ പ്രശസ്ത ചിത്രകലാ പരമ്പരയാണ് കരയിൽ നിന്നും കടലിലേക്ക് നീങ്ങുന്ന ഭാവനകൾ. അന്തരിച്ച C ശങ്കരനാരായണ മേനോൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? കളരിപ്പയറ്റ്. അന്തരിച്ച ഡോക്ടർ CJ തമ്പി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? മണ്ണ് ഗവേഷണ ശാസ്ത്രജ്ഞൻ. K-ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നാണ്? 2023 ജൂൺ 5. ഉദ്ഘാടകൻ പിണറായി വിജയൻ. അന്തരിച്ച ഗീതാഞ്ജലി അയ്യർ ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു? ദൂരദർശനിലെ ആദ്യകാല വാർത്താ അവതാരികയായിരുന്നു. അടുത്തിടെ അന്തരിച്ച 3 ഡിലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാരാണ്? ഡോക്ടർ വെള്ളായണി അർജുനൻ. സാഹിത്യ ഗവേഷണ മേഖലകളിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം. 2023 ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കി കിരീട ജേതാക്കളാരാണ്? മെൻസ് വിഭാഗത്തിൽ ഇന്ത്യയാണ്. റണ്ണറപ്പ് പാകിസ്ഥാൻ. വനിതകളുടെ വിഭാഗത്തിൽ ഇന്ത്യയാണ്. റണ്ണറപ്പ് ദക്ഷിണ കൊറിയ. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് 2023 ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് ദി യെല്ലോ സ്റ്റാർ പുരസ്കാരം നൽകിയ ആദരിച്ച രാജ്യം ഏതാണ്? സുരിനാം. അന്തരിച്ച ബാരി ന്യൂമാൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ഹോളിവുഡ് നടൻ. അന്തരിച്ച ജിം ഹൈൻസ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? അമേരിക്കൻ സ്പ്രിന്റർ ആണ്. 10 സെക്കൻഡ് താഴെ 100 മീറ്റർ ഓടിയെത്തിയ ലോകത്തിലെ ആദ്യ താരമാണ്. ദ സച്മുഖ് അഭിയാൻ എന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസഡർ നിയമിതനായതാണ് സച്ചിൻ ടെണ്ടുൽക്കർ. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കളാണ് ഓസ്ട്രേലിയ. റണ്ണറപ്പ് ഇന്ത്യ. അടുത്തിടെ അന്തരിച്ച അശോക ചക്ര പുരസ്കാരം ഏറ്റുവാങ്ങിയ ആദ്യ മലയാളിയാരാണ്? ആൽബി ഡിക്രൂസ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്